അത് ചങ്ങായിമാരെ ഞാനെന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ നമ്മുടെ ഫറോക്ക് തന്നെ ഇന്നത്തെ ഒരു വള്ളംകളിയുണ്ട്. വള്ളംകളിയും മത്സരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വള്ളംകളിയിലേക്ക് പോകാം. ഒരു ഫെസ്റ്റിവലായിട്ട് നടത്തുകയാണ് ഒരു ഫറോക്കിൽ വെച്ചിട്ട്. നമ്മുടെ ചാലിയാർ കുറുകെയുള്ള ഒരു വള്ളംകളി മത്സരമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഫറോക്ക് പാലം 142 വർഷം പഴക്കമുള്ള 142 വർഷം പഴക്കമുള്ള ഫറോക്ക് പുതിയ പഴയ പാലം. ആ പഴയ പാലത്തിൽ സമീപത്ത് കൂടിയുള്ള ഒരു ട്രെയിൻ കടന്നു പോകുന്ന അതിമനോഹരമായ കാഴ്ച. ട്രെയിൻ പോകുന്നു, റോഡിലൂടെ മറ്റ് ബസ്സുകൾ കടന്നു പോകുന്നു. സുന്ദരമായ കാഴ്ച. രണ്ട് പാലങ്ങൾക്കിടയിലുള്ള ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്തുള്ള ദൂരം പിന്നിടാൻ കണ്ടോ. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഈ നെട്ടായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കരയിൽ നിന്ന് നോക്കിയാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും കാണാൻ കഴിയും. ആ പാലത്തിൽ നിന്ന് നോക്കിയാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും കാണാൻ കഴിയും. ചെറിയ കപ്പലുകൾ കിടക്കുന്ന കാഴ്ച കണ്ടില്ലേ? വെള്ളി മേഘങ്ങളതാ ഈ ചാലിയാർ പുഴയുടെ മുകളിൽ കൂടുകൂട്ടുകയാണ്. പക്ഷികളടക്കം ഇന്ന് ഈ ചാലിയാർ പുഴയുടെ ആകാശമുകളിൽ നിന്നുകൊണ്ട് ഉറ്റുനോക്കുകയാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇന്നത് ഈ ഫറൂഖായി ചാലിയാർ പുഴയായി മാറ്റപ്പെടുകയാണ്. There is heaven in the world now. That is Chaliar now എന്ന് പറയേണ്ടി വരും. സ്വാതന്ത്ര്യത്തിൽ ഒരു സുന്ദരമായ നിമിഷങ്ങൾക്കായി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ ഹീസിനായി ഇപ്പോഴും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിശ്ചലമാവുകയാണ്. വയൽക്കരമയച്ച അഴീക്കോടിനെ ചാത്തുരുത്തി EMS മുടക്കി എത്രയോ ചരിത്രങ്ങൾ ഈ മധ്യ കേരളവും വടക്കൻ കേരളത്തിലുമൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന 3 വഞ്ചികളതാ, 3 കളിത്തോണികളതാ, 3 ചുരുളൻ വള്ളങ്ങളതാ കാത്തുകിടക്കുകയാണ്. ആരാകും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ബേപ്പൂരിന്റെ കോഴിക്കോടിന്റെ ചക്രവർത്തി? Who is the emperor? ആ ചോദ്യത്തിന് വേണ്ടിയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. ലക്ഷങ്ങളാണ് ഈ ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആവേശം ഏറ്റെടുത്തിരിക്കുന്നത് കാണുക. പഴയ പാലത്തിലും പുതിയ പാലത്തിലും ചാലിയാർ പുഴയുടെ ഇരു കരകളിലും ജനലക്ഷങ്ങളാണ് ഇന്ന് ഈ അന്തരീക്ഷം കാത്തിരിക്കുന്നത്. ഓടാൻ ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ ഇൻ കോഴിക്കോട്. ഇന്ന് കോഴിക്കോടിന്റെ ആവേശമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മാറ്റപ്പെടുകയാണ്. കാൽപന്ത് കളിയെ നെഞ്ചോട് ചേർത്ത കോഴിക്കോടൻ ജനത, പ്രകൃതി സൗന്ദര്യത്തിന്റെ ഉത്തമ ഉദാഹരണമായ കോഴിക്കോട്, അന്ന് ടിപ്പു സുൽത്താന്റെ പടയോട്ടം കണ്ട കോഴിക്കോട്. പക്ഷേ ഇന്ന് 3 ചക്രവർത്തിമാരുടെ പടയോട്ടം കാണാൻ കാത്തിരിക്കുന്നു. വയൽക്കര മൈച്ചിയാകുമോ? ചമ്പക്കുളം തോണിയെതിരേറ്റ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം സീസണിന്റെ 5ാമത് മത്സരം കൈനകരി കഴിഞ്ഞു, താഴത്തങ്ങാട് കഴിഞ്ഞു, ധർമ്മടം കഴിഞ്ഞു, പിറവം കഴിഞ്ഞു. ഇതാ ബേപ്പൂര് നിൽക്കുന്നു. ചുരുളൻ വള്ളങ്ങളുടെ 1ാം ഹീറ്റ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന 1ാം ട്രാക്കിൽ വയൽക്കര വഹിച്ച 2ാം ട്രാക്കിൽ അഴീക്കോടൻ 3ാം